ഓക്കെ ഇൻഷാല്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്നലെ എല്ലാവരും ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആയതുകൊണ്ട് രാത്രി ഉറക്കൊഴിഞ്ഞ് ഉറങ്ങിപ്പോയി. ഇന്നലെ ആരെയും കണ്ടില്ല. എന്താ സംഭവിച്ചേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാ ഓരോ സെക്കൻഡുകളിലും നമുക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ അതൊരു മഴ പോലെ, ഒരു മഴ വർഷിക്കുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു മഴ വർഷിക്കുന്ന സമയത്ത് ആ മഴയുടെ കീഴിലായിട്ട് മഴ ആകാശത്ത് നിന്നും ഇങ്ങനെ വരുന്ന സമയത്ത് ആ ആകാശത്തിന്റെ താഴെ ഒരു മിനിറ്റ്. അപ്പൊ ആ ഒരു മഴ ഇങ്ങനെ വർഷിക്കുന്ന സമയത്ത് നമുക്കറിയാം ഭൂമിയുടെ മുകളിൽ ആകാശത്തിന്റെ താഴെയുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ മഴ ലഭിക്കും അല്ലെ? എല്ലാ വസ്തുക്കൾക്കും മഴ ലഭിക്കും. അത് നമ്മളിപ്പോ വീടിനകത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ കൂരയിലേക്ക് ആ മഴ ലഭിക്കും. വീടിന്റെ അകത്ത് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ മഴ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ മഴയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ആ മഴ നമുക്ക് ഉപകാരപ്പെടുന്നതല്ലേ? ആ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തുള്ള ചെടികൾ നനയുന്നുണ്ടല്ലേ? നമ്മൾ എല്ലാ ദിവസവും പോയി വെള്ളം ഒഴിക്കുന്ന ചെടിക്ക് മഴ വന്നാൽ നമുക്ക് പോയി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ആ റഹമത്ത് ആയ ആ മഴ ഭൂമിയിലേക്ക് ഇങ്ങനെ വർഷിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിലല്ലെങ്കിലും അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് വരുന്നത് ശരിക്കും നമ്മൾ വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ഒന്നിങ്ങനെ അതൊരു മഴ പെയ്യണ പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് വരുന്നത് നമുക്കറിയാലേ അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അള്ളാഹു ഒരുപോലെ കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലേ? പക്ഷെ റഹീമോ? അപ്പൊ റഹീം വിശ്വസിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന സംഭവമാണ്. റഹ്മത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പൊ ഈ മഴ വർഷിക്കുന്നത് എല്ലാത്തിനും ഒരുപോലെ എന്നുള്ളത് പോലെ ഈ അള്ളാഹുവിന്റെ റഹ്മത്തും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാണ്. പക്ഷെ എല്ലാവർക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരുപോലെ കിട്ടിയിട്ടും അതിന് ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടി, ഒരുപോലെ അനുഭവിക്കാൻ വേണ്ടി എല്ലാവർക്കും പറ്റുന്നുണ്ടോ? ഒരുപോലെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റുന്നുണ്ടോ? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശ്വാസം, അള്ളാഹു നമുക്ക് തരുന്ന ആ ബ്രീത്ത് എടുത്തുകൊണ്ട് നമുക്ക് ശ്വസിച്ചുകൊണ്ട് അള്ളാഹുവും ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളെ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ഭക്ഷ്യ വസ്തുക്കൾ ഭക്ഷിച്ചുകൊണ്ട് അള്ളാഹു തരുന്ന ഓക്സിജനെ ശ്വസിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഈ മഴയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് മഴ ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ആ മഴവെള്ളം സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് എല്ലാത്തിനും ആ മഴവെള്ളത്തെ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. മഴ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? ഈ മഴ പെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയാണ് എന്ന് നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടതാണ്, പറഞ്ഞതാണ്. പക്ഷെ എന്താണ്, എങ്ങനെയാണ് ഈ റഹ്മത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു മഴയെ മാത്രമായിട്ട് അള്ളാഹുവിന്റെ റഹമത്ത് എന്ന് പറയുന്നതല്ല, പകരം നിരന്തരം അള്ളാഹുവിന്റെ റഹമത്ത് ഭൂമിയിലേക്ക് ഇതുപോലെ ഇറങ്ങുന്നുണ്ട് എന്നും ഈ വരുന്ന റഹമത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നും അത് മനസ്സിലാക്കി അതിനെ നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. അപ്പോൾ ഇവിടെ ഒരു മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോഴെന്തായിരിക്കാം, മുറ്റത്ത് ഉണങ്ങാനിട്ട തുണി തുണി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി നമ്മളൊന്ന് വീടിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യാണ്. പെട്ടെന്ന് മഴ വന്നിട്ട് എന്തായി, നമ്മുടെ തുണി മൊത്തം അങ്ങോട്ട് നനഞ്ഞു പോയി. അള്ളാഹുവിന്റെ റഹ്മത്താക്കപ്പെട്ട ആ മഴ വന്നപ്പോ നമ്മുടെ ഉള്ളിൽ ആ മഴയെ കുറിച്ചിട്ട് വരുന്നത് എന്തായിരിക്കാം? എന്തായിരിക്കാം വരുന്നത്? അപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് എന്താവുകയാണ്? സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന റഹ്മത്തിനെ തന്നെ നമ്മൾ ചിലപ്പോഴെങ്കിലും എന്താക്കി പോകുന്നുണ്ട്? നമ്മൾ
നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ വ്യക്തികളിലും സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ തുണി ഒന്ന് ജസ്റ്റ് നനഞ്ഞപ്പോ നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്താക്കപ്പെട്ട ആ മഴ വന്നതിൽ അല്പം വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെയാണ് വ്യക്തികളിലേക്ക് വരുന്ന സമയത്തും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി മനസ്സിലാക്കി വെച്ചതിലപ്പുറത്തേക്ക് ആ വ്യക്തിയിലേക്ക് വരുന്ന റഹ്മത്തിനെ എന്താക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് എല്ലാ വസ്തുക്കൾക്കോ എല്ലാ ജന്തുക്കൾക്കോ എല്ലാ ജീവജാലങ്ങൾക്കോ ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല. ഏതുപോലെ മഴ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റാത്തതുപോലെ. പക്ഷേ മഴ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നത് ആർക്കായിരിക്കാം? ആ മഴ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടോ, ആ മഴ ആ മഴ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, എന്റെ ചെടികളെല്ലാം നനയുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾ നമ്മൾക്ക് നിറവേറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കാം? ആ മഴ അനുഗ്രഹമായിരിക്കാം, അല്ലെ? ആ ഒരു മഴ അനുഗ്രഹമായിരിക്കാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയത്ത് ഇതിനെ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹു തരുന്ന റഹ്മത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആ മനസ്സിലാക്കിയ വ്യക്തിക്ക് എന്തായിരിക്കാം? അള്ളാഹു തരുന്ന റഹ്മത്ത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അള്ളാഹു തരുന്ന റഹ്മത്ത് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും ആയി മാറിയാൽ, നമ്മളിലേക്ക് നമ്മളുടെ പ്രത്യക്ഷത്തിൽ കാണുന്നത് ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം. നമ്മൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് വേദന വന്നാലും നിങ്ങൾ എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്കറിയാൻ വേണ്ടി പറ്റും, ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് തോന്നുന്നു, എനിക്ക് പേര് ചിലപ്പോൾ മാറിപ്പോയേക്കാം. പിന്നെ ഒരു കപ്പല്, ചരക്ക് കപ്പല് മുഴുവൻ അങ്ങോട്ട് നശിച്ചു എന്ന് പറയുന്ന കേട്ട സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വരുന്നു, കത്തിയത് നിങ്ങളുടെ കപ്പലല്ല, വേറൊരാൾ. ഇപ്പോഴും പറയുന്നു അൽഹംദുലില്ലാ എന്നുള്ളത്. നമ്മളാണെങ്കിൽ എന്ത് പറയും? നമ്മളെ കപ്പലാണ് കത്തിയെന്ന്, പഠിച്ചവനെ എല്ലാം പോയോ? കുറച്ച് കഴിയുമ്പോൾ പറയാണ് നിങ്ങളതല്ല കത്തിയതാണെങ്കിൽ നമ്മൾ എന്താ പറയും? അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയും. എന്നാൽ നമ്മളെ പോലെ തന്നെയല്ലേ മറ്റേ ഒരു വ്യക്തിയും? അപ്പൊ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് തരുന്ന, നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന അനുഗ്രഹമാണെങ്കിലും, അത് നമ്മളുടെ കാഴ്ചപ്പാടിൽ അത് അനുഗ്രഹം അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും, നമ്മൾ ഇവിടെ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾക്കറിയില്ല അതിന്റെ അനുഗ്രഹം എവിടെയാണ് കിടക്കുന്നുള്ളത്. നേരത്തെ ഈ മഴ പെയ്യുന്ന സമയത്ത് മുറ്റത്ത് ഉണങ്ങാനിട്ട തുണി നനഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മഴ അനുഗ്രഹമായിട്ട് വന്നിട്ടില്ലെങ്കിലും ആ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത, ചെടി നനക്കാൻ പറ്റാത്ത, വീടിനകത്ത് സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു മഴ വന്നപ്പോൾ എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക? അൽഹംദുലില്ലാ, ഇനിയിപ്പോ ആ മഴ വന്നതുകൊണ്ട് എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ. അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ആ അനുഗ്രഹത്തെ നമ്മൾ കാണുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു മഴയും ഈ ഒരു അനുഗ്രഹത്തെയും തമ്മിൽ വീണ്ടും നമ്മൾക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുങ്ങി വീണ്ടും അത് റിപ്പീറ്റ് ആക്കി പറയുന്നത്. അപ്പൊ അവിടെ ഈ ഒരു മഴ എന്ന് പറയുന്നത് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് അത് അനുഗ്രഹമായിട്ടും കുറച്ച് ആളുകൾക്ക് അത് അനുഗ്രഹം അല്ലാതായിട്ടും വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് ആളുകൾക്ക് അത് അനുഗ്രഹം അല്ലാതായിട്ടും കുറച്ച് ആളുകൾക്ക് എന്തായിട്ടും വരുന്നുണ്ട്? അത് അനുഗ്രഹമായിട്ടും തോന്നുന്നുണ്ട്. ഏതുപോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ വന്നിരിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കത് അനുഗ്രഹമായിട്ട് തോന്നിയാൽ മാത്രമായിരിക്കും നമുക്കത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ട് മനസ്സിലാവും. നമ്മുടെ പ്രത്യക്ഷത്തിൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് തോന്നിയിട്ടില്ല, നമുക്ക് നാശനഷ്ടമാണ് ഉണ്ടാക്കിയതെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആണ് ഉണ്ടാക്കിയതാണെങ്കിലോ, നമുക്ക് എന്തെങ്കിലും അസുഖമാണ് ഉണ്ടാക്കിയതാണെങ്കിലോ, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്തല്ല, ഒന്നും നമുക്ക് അനുഗ്രഹമല്ല. യഥാർത്ഥത്തിൽ ഒരു അസുഖം വരിക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ? അല്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ? എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് എന്താവുന്നില്ല, അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന, അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സീക്രട്ടിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഇറക്കിത്തരുന്ന സമയത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ആ അനുഗ്രഹത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടി പറ്റാത്തത്. ഒരു വിത്തിന്റെ അകത്ത് ഒരു വിത്തിന്റെ അകത്ത് എത്ര വലിയ വൃക്ഷത്തെയാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ആ ഒരു വിത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വൻ വൃക്ഷത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ജസ്റ്റ് വൺ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഈത്തപ്പഴക്കുരു.
ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്താൽ നമുക്ക് നമ്മളെ പല്ല് കൊണ്ട് അതിനെ കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? ഇല്ല. ജസ്റ്റ് ഒരു മുട്ടിയെടുത്ത് കുട്ടിയെ കൊത്തി കൊടുത്താൽ ഈത്തപ്പഴത്തിന്റെ കുരു പൊട്ടുമോ? ഇല്ല, അത് നാല് ഭാഗം തെറിച്ചു പോകും അല്ലേ? അത്രയും മാത്രം ഹാർഡായിരിക്കണതാണ് അതിന്റെ ആ ഒരു പുറംകട്ടി എന്ന് പറയുന്നത്. എന്നാൽ അതൊന്ന് മണ്ണിൽ വീണ് കുറച്ച് ദിവസം മണ്ണിൽ നിന്ന് ഒന്ന് സ്മൂത്തായി അതിന്റെ അകത്ത് നിന്നും മെല്ലെ പൊട്ടി വരുന്ന ആ ഒരു ഇളം കുഞ്ഞിച്ചെടി നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ആ ഈത്തപ്പഴത്തിന്റെ ആ കുരുവിൽ നിന്ന് പുറത്ത്, ഈത്തപ്പഴത്തിന്റെ കുരു ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, എല്ലാ കുരുക്കളും, എല്ലാ സീഡ്സുകളും. അപ്പൊ ഈ ഒരു സീഡിന്റെ അകത്ത് നിന്നും മെല്ലെ പുറത്തേക്ക് വരുന്ന ആ ഒരു നാമ്പ്, ആ ഒരു ലീഫ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എത്രമാത്രം മൃദുവായതാണത്, അല്ലെ? അതിനേക്കാളും ആ ഒരു കുഞ്ഞു ലീഫിനേക്കാളും എത്രമാത്രം പവർ ഉള്ളതാണ് നമ്മുടെ പല്ല്, അല്ലെ? ആ കുരുവിന്റെ അകത്ത് നിന്ന്, ആ ഒരു സീഡിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു നാമ്പ്, ഒരു ലീഫ്, ഒറ്റ ഒരു ലീഫ്, ആ ഒരു ലീഫിന് എന്ത് പവറാണുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കും. എന്നാൽ ഈ ഹാർഡായിരിക്കുന്ന ആ ഒരു സീഡിനെ നമ്മുടെ ഈ ഹാർഡായ ഈ പല്ലുകൊണ്ട് നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു സീഡിന്റെ അകത്ത് നിന്നും പുറത്തേക്ക് വരുന്ന ആ കുഞ്ഞു മുളക്ക് അതിനെ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സീഡിന്റെ അകത്ത് എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിൽ നിന്നും വളർന്നു വന്ന ആ ഒരു ചെടിയിൽ നിന്ന്, ആ ഒരു വൃക്ഷത്തിൽ നിന്ന് അതൊരു വൻ മരമായി മാറുന്ന സമയത്ത് എത്രമാത്രം പഴങ്ങൾ, എത്രമാത്രം ഈത്തപ്പഴങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ സീക്രട്ടുകളും ആ ഒരു കുഞ്ഞു കുരുവിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട്, എന്നിട്ടോ അതിനെ വീണ്ടും ആ കുരുവിന്റെ അകത്ത് ആ സീക്രട്ടുകളെ ഒളിപ്പിച്ചു വെച്ച റബ്ബ് അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? ആ മണ്ണിലേക്കിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടി ഒളിപ്പിച്ചു വെക്കുകയാണ്. ആ മണ്ണിലേക്ക് വീഴുന്ന സമയത്ത് എന്താവാണ്? ഒന്നും കൂടി താഴ്മയിലേക്ക് പോവാണ്, അല്ലെ? മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും കൂടി താഴ്മയിലേക്ക് പോവാണ്. എന്നിട്ടോ ഏറ്റവും കൂടുതൽ താഴ്മയിലേക്ക് പോയാൽ എന്താവാണ്? വീണ്ടും ഉയരങ്ങളിലേക്ക് വളർന്നു വരികയാണ്, അല്ലെ? വീണ്ടും ഉയരങ്ങളിലേക്ക് വളർന്നു വരികയാണ്. നമ്മൾ ഈ കുരുവിനെ മണ്ണിൽ കളയാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു ഷെൽഫിൽ അങ്ങോട്ട് മൊഞ്ചിൽ അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചാൽ ഇതിന് വളർച്ച ഉണ്ടാവുമോ? നമ്മുടെ വീട്ടില് ഒരു ഷെൽഫിലേക്ക് നമ്മൾ അതിനെ ഒന്ന് നല്ല മനോഹരമാക്കി വെച്ചാൽ അതിന് വളർച്ച ഉണ്ടാവുമോ? ഇല്ല. എപ്പോഴാണ് അതിന് വളർച്ച ഉണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുന്നത് താഴ്മയിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് എപ്പോഴാണ് വളർച്ച ഉണ്ടാവുന്നത്? നമ്മൾ താഴ്മയിലേക്ക് പോകുമ്പോഴാണ്. ഇതെല്ലാം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കൊരു തിരിച്ചുപോക്കുണ്ടല്ലേ? ആ തിരിച്ചുപോക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഏത് രീതിയിലായിരിക്കണം നമ്മുടെ തിരിച്ചുപോക്ക്? ആ ഒരു തിരിച്ചുപോക്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അത്രമാത്രം പവിത്രതയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഓരോ വസ്തുക്കളും നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളാണ്, നമുക്ക് അറിയാനുള്ള പാഠപുസ്തകങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പാഠപുസ്തകങ്ങളൊന്നും വായിക്കാനോ പഠിക്കാനോ നമ്മൾ റെഡിയാവുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചുറ്റുപാടുകളിൽ നിന്നുള്ള പാഠപുസ്തകങ്ങളെ വായിക്കാനും അറിയാനും നമ്മൾ റെഡിയാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ആകാശത്തിൽ നിന്നും വർഷിച്ച മഴ ഭൂമിയിലേക്ക് വരുന്ന പോലെ നമ്മളിലേക്ക് വരുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോട് കൂടി, നമ്മൾ ഇഷ്ടത്തോടു കൂടി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി സ്വീകരിക്കാനിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ആ ഒരു സീഡിനെ പറഞ്ഞപ്പോ, സീഡ് എങ്ങോട്ടേക്ക് പോയപ്പോ, മണ്ണിലേക്ക് പോയപ്പോ, താഴ്മയിലേക്ക് പോയപ്പോ ആ സീഡിനുള്ള ഉയരാനുള്ള അവസരം കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലോ, നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലോ, നമ്മളെ ആരെങ്കിലും തരാൻ താഴ്ത്തുന്നുണ്ടെങ്കിലോ, നമ്മളെ ആരെങ്കിലും താറടിക്കുന്നുണ്ടെങ്കിലോ, നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലോ, നമ്മൾ എന്തിനു സങ്കടപ്പെടണം? അത് നമ്മുടെ ഉയർച്ചയ്ക്കുള്ളതല്ലേ? ആ സീഡ് മണ്ണിലേക്ക് വീഴുന്ന സമയത്ത് സങ്കടപ്പെട്ടോ? ആ സീഡ് മണ്ണിലേക്ക് വീഴുന്ന സമയത്ത് അല്പം പവറോട് കൂടിയിട്ടാണ് പോയത്. അതുപോലെ നമുക്കും പറ്റണം പവറോടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മുടെ ആര് കുറ്റപ്പെടുത്തിയാലും, ആര് സങ്കടപ്പെടുത്തിയാലും സീഡ് മണ്ണിൽ വീഴുന്ന ഒരവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റണം. ആ ഒരവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വളരെ ഉയരങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ എന്തായിരിക്കില്ല? പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ അത് ചിലപ്പോൾ റഹ്മത്തായിരിക്കില്ല.
പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ആരോഗ്യകരമായ ബുദ്ധിമുട്ടായിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രയാസമായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രയാസം ആയിക്കോട്ടെ, പക്ഷേ ഇതങ്ങോട്ട് ആ മണ്ണിൽ വീഴുന്ന സീഡ് പൊട്ടിമുളച്ച് മുകളിലേക്ക് വരുന്നത് പോലെ എൻ്റെ പ്രയാസങ്ങളെ ഞാൻ അങ്ങോട്ട് കുഴിച്ചിട്ടാൽ ഞാനും എന്താവും? അപ്പൊ എവിടെയാണ് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ കുഴിച്ചിടേണ്ടത്? നമ്മൾ പ്രയാസത്തിലേക്ക് സറണ്ടർ ആവുക. ഈ പ്രയാസത്തിനും മേൽ എൻ്റെ റബ്ബുണ്ട് എന്ന് എന്ത് ചെയ്യുക? ആ പ്രയാസത്തിനും നമ്മൾ പറയാം, നീയൊക്കെ എനിക്കൊന്നുമല്ല, കാരണം നിന്നെ എനിക്ക് നൽകിയതും എൻ്റെ റബ്ബാണ്, അതുകൊണ്ട് നീയൊന്നും എനിക്കൊന്നുമല്ല, ഇത് നൽകിയ എൻ്റെ റബ്ബ് എനിക്ക് ഇതിനുള്ള പരിഹാരവും തരും എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. ഇൻഷാ അല്ലാ അങ്ങനെ എനിക്കും നിങ്ങൾക്കും ആ ഒരു ചിന്താതലത്തിലൂടെ പോകാനും നമ്മുടെ ലൈഫിലേക്ക് ആ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത്രയും സംഭവത്തിൽ നിന്ന് എന്തെല്ലാമാണോ നിങ്ങൾക്ക് പകർത്താനുള്ളത് അതെല്ലാം പകർത്തിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ എന്നും പറയുന്നത് പോലെ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. ഫീഡ്ബാക്ക് തരൂലേ? നിങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ അതൊന്നുകിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഗൂഗിൾ ഫോം വിട്ടുതരാം. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഫീഡ്ബാക്സുകളൊക്കെ നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ ഓരോരുത്തരാക്കിയിട്ട് ടൈപ്പ് ചെയ്തിട്ടൊന്ന് സബ്മിറ്റ് ചെയ്താൽ അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അവിടെ എന്തുണ്ടാവും, എനിക്ക് അവിടെ സ്റ്റോക്കായി കിടക്കും. കാരണം ആ ഫീഡ്ബാക്ക് എനിക്ക് ഭാവിയിൽ ഒരുപാട് പേരിലേക്ക് ഇൻഷാ അല്ലാ നന്മകൾ കൊടുക്കാൻ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കാരണമാവും. അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന ഫീഡ്ബാക്ക് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഏതേലും ഒരാൾ വരികയാണല്ലോ അതിന് നിങ്ങൾക്ക് കിട്ടൂല ബെനിഫിറ്റ്. അപ്പൊ അത് നമുക്കൊക്കെ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു വരും. അപ്പൊ അതുകൊണ്ട് വെറുതെ കിട്ടുന്നതൊന്നും കളയാൻ നിൽക്കേണ്ട മക്കളെ. കാരണം നമ്മൾ വെറുതെ നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നുള്ളത് നമ്മൾ എത്ര പെട്ടെന്ന് പോയി വാങ്ങിക്കും അല്ലെ. പക്ഷെ ഇവിടെ ദിവസവും രാവിലെ നിങ്ങൾ വിളിച്ചു വരുത്തി, നിങ്ങൾ മിസ് കോൾ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിർബന്ധിച്ച് നിങ്ങളെ വന്ന് പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിപ്പിക്കട്ടെ. പക്ഷേ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് മറ്റേയാൾ വന്നിട്ട് അതിനെ മുടക്കം വെക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആ മുടക്കം വെക്കുന്ന ഇബ്ലീസിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ, റീസൺസുകളിലേക്ക് പോവാതെ, എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സാധ്യതയുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടത്. ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാരണമുണ്ട് എന്ന് നോക്കുന്നതിനപ്പുറത്തേക്ക് ഇത് എനിക്ക് ചെയ്യാനായിട്ട് ഇതിന് എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നാണ് നോക്കേണ്ടത്. ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങളും കാണിച്ചു തരും ഇബ്ലീസ് വന്നിട്ട്. കാരണം ഇബ്ലീസിന്റെ പണി അതാണല്ലോ. പക്ഷെ ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരും. അപ്പൊ ആ ചെയ്യാനുള്ള കാരണങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. നാളെ ഇനി വീണ്ടും നിങ്ങളുടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവൂലേ? ഓ നാളെ സൺഡേ ആണല്ലേ, കുഴപ്പമില്ല. അപ്പൊ നാളെ എന്തായാലും ലീവാണ്. എല്ലാവരും നന്നായിട്ട് കിടന്നുറങ്ങിക്കോ ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഗൂഗിൾ ഫോം ഇട്ടുതരാം, അതിലേക്ക് അറിയിക്കട്ടെ ഫീഡ്ബാക്ക്. അതിൽ പറ്റാത്തവർ വോയിസ് ആയിട്ട് തന്നെ പറഞ്ഞോ, ബുദ്ധിമുട്ടില്ല. പറ്റണവർ ഗൂഗിൾ ഫോമിൽ ചെയ്തു. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്തൂടെ? ഓക്കെ. ഓക്കെ അപ്പൊ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.